നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു. അന്ന് 1971 രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. 1971 രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കേവലം 120 ജവാന്മാരാണ് ഇന്ത്യക്കായി പൊരുതിയത്. അതിർത്തിയിൽ വേണ്ടത്ര സന്നാഹങ്ങൾ ഇല്ലാത്തത് വേഗത്തിൽ മറ്റ് സൈനിക സംവിധാനങ്ങൾക്ക് എത്തുന്നതിനും തിരിച്ചടിയായിരുന്നു. ഇന്ന് പക്ഷേ അതിർത്തിയിലേക്ക് വളരെ വേഗത്തിലെത്താൻ പാകത്തിൽ ഇവിടുത്തെ റോഡുകൾ സജ്ജമാണ്. യുദ്ധവിമാനങ്ങൾ പോലും ഇറങ്ങാൻ പാകത്തിലാണ് മരുഭൂമിയിലെ അതിർത്തിയിൽ ഇന്ത്യയുടെ റോഡുകളുള്ളത്. അതിലേക്ക് ഒരാളുപോലും താമസമില്ലാത്ത ഈ മരുഭൂമിയിൽ എന്തിനാണ് ഇത്രയും ആധുനികമായ റോഡുകൾ? ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഒരു നിമിഷം അങ്ങനെ ഒരു തോന്നലുണ്ടാകാം. ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ ചരിത്രത്തിലേക്ക് കൂടി നടന്നു പോകണം. അടിസ്ഥാന സൗകര്യ മേഖലയിൽ പിന്നിൽ നിന്നിരുന്ന അതിർത്തി മേഖലയാണ് 1971 യുദ്ധത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളിയായത്. അന്ന് വേഗത്തിൽ കൂടുതൽ സൈന്യം എത്താൻ കഴിയാതിരുന്നത് മനസാന്നിധ്യം കൊണ്ടും തന്ത്രപരമായ ഇടപെടൽ കൊണ്ടുമാണ് ഇന്ത്യൻ സൈന്യം മറികടന്നത്. ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറി. ആവശ്യമെങ്കിൽ യുദ്ധവിമാനങ്ങൾ പോലും അനായാസം ഇറങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യൻ അതിർത്തിയിലെ റോഡുകൾ. റോഡുകളുടെ മനോഹര കാഴ്ചയ്ക്കൊപ്പം മരുഭൂമിയിലെ അനന്തതയും ഈ യാത്രയിൽ ആസ്വദിക്കാം. 1971 ലോങ്കേവാല യുദ്ധത്തെ ആസ്പദമാക്കിയെടുത്ത ബോർഡർ സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഏതായാലും അതിർത്തിയിൽ സർവ്വസജ്ജമാണ് നമ്മുടെ സേന എന്ന് ഇവിടെ എത്തിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോധ്യമാകും. ബൗലിയാനിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.